നമസ്കാരം, മിഡി സ്റ്റവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രവാസികൾക്ക് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാനാകില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടോ ഈ ബാലറ്റോ അനുവദിക്കാനാകില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചു. വിദേശ രാജ്യങ്ങളിലേക്കുള്ള പണമിടപാടുകൾ കർശന നിരീക്ഷണത്തിലാണെന്ന് കുവൈറ്റ്. സന്നദ്ധ സംഘടനകളുടെ ബാങ്ക് അക്കൗണ്ടുകളും ഇടപാട് രേഖകളും പരിശോധിക്കും. നിരീക്ഷണം തീവ്രവാദ സംഘങ്ങളിലേക്ക് ധനസഹായം എത്തുന്നത് തടയാൻ. മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ശിരോവസ്ത്രം അനുവദിക്കണമെന്ന ഹർജി സുപ്രീം കോടതി പരിഗണിച്ചില്ല. മുസ്ലിം സംഘടനകളുടെ ഹർജി ഗൗരവമുള്ളതല്ലെന്ന് സുപ്രീം കോടതി. ശിരോവസ്ത്രമില്ലാതെ പരീക്ഷാ ഹാളിൽ പോയാൽ വിശ്വാസമില്ലാതാകില്ലെന്നും കോടതി. വിശദമായ വാർത്തകളിലേക്ക്. മലയാളി പ്രവാസികൾക്ക് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാനാകില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രവാസി മലയാളികൾക്ക് ഓൺലൈൻ വോട്ടിംഗ് അനുവദിക്കാൻ കഴിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനെ അറിയിച്ചു. എന്നാൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ഒരുക്കുമെന്നും സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ കമ്മീഷൻ വ്യക്തമാക്കി. മന്ത്രിസഭാ തീരുമാനപ്രകാരം പ്രവാസികൾക്ക് ഇ വോട്ട് നടപ്പാക്കണമെന്ന നിർദ്ദേശം സർക്കാർ കമ്മീഷന് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇ വോട്ടും ഇ ബാലറ്റും നടപ്പിലാക്കാൻ സാധിക്കില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇതിന് കാരണമായി കമ്മീഷൻ പറയുന്നത്. പ്രവാസികൾക്ക് ഫോട്ടോ പതിച്ച വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയും. അതുകൊണ്ട് നാട്ടിൽ വരുന്ന പ്രവാസികൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുമെന്നും കമ്മീഷൻ പറയുന്നു. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രവാസി വോട്ട് നടപ്പിലാക്കാത്തതിനാൽ ഇക്കാര്യത്തിൽ മുൻപരിചയത്തിന്റെ പ്രശ്നവും കമ്മീഷൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടി. പ്രവാസി സമൂഹം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതായിരുന്നു പ്രവാസി വോട്ട്. ഇതിന് മങ്ങലേൽക്കുന്നതാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട്. മീഡിയ 1 തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് മിഡി സ്റ്റവർ ചർച്ച ചെയ്യുന്നത്. ദുബൈയിലെ ഹിറ്റ് FM റേഡിയോ വാർത്താ വിഭാഗം മേധാവി ഷാബു കിളിത്തട്ടിൽ, ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകൻ നാരായണൻ വെളിയങ്കോട്, OICC ഷാർജ ഘടകം സെക്രട്ടറി അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് എന്നിവർ ചേരുന്നു. ആദ്യം ഷാബു കിളിത്തട്ടിലേക്ക്. ശ്രീ സാബു, പ്രവാസികളുടെ ദീർഘകാലമായ ഉള്ള ഒരാവശ്യമായിരുന്നു വോട്ടവകാശം, അതായത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക എന്നത്. പലരും പ്രവാസ ലോകത്തെ വലിയൊരു വിഭാഗം ജനങ്ങളും രാഷ്ട്രീയത്തിൽ അതീവ തൽപരരും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. പക്ഷേ ജീവിത സാഹചര്യം കൊണ്ട് അവർക്കതിന് സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ പൗരന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരവകാശം എന്ന നിലയിൽ വോട്ടവകാശം വിനിയോഗിക്കാൻ ഉള്ള അവരുടെ ആഗ്രഹം ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുമെന്നായിരുന്നു കരുതിയത്. എന്നാൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുണ്ടാവില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നു. എന്താണ് പ്രവാസ ലോകത്തിന്റെ പ്രതികരണം? പ്രിയപ്പെട്ട അഷ്റഫ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പ്രവാസികൾക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കണം, അതിനുള്ള അവകാശം കിട്ടണം എന്ന് ആവശ്യപ്പെട്ടത് ഒരു പ്രവാസി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതിന്റെ പേരിലാണ്. ഒരു പ്രവാസിയല്ല, 2 പ്രവാസികളുണ്ടായിരുന്നു. ഒന്ന് ലണ്ടനിൽ നിന്നുള്ള ഒരു പ്രവാസിയും ഇവിടെ നിന്നുള്ള ഒരു പ്രവാസിയും സുപ്രീം കോടതിയിൽ ഈ വിഷയം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഇടപെട്ടത്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്നിപ്പോ അല്ലെങ്കിൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്ക് വോട്ടവകാശം നൽകാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ശുപാർശ ചെയ്ത നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് സർക്കാരാകട്ടെ, പ്രതിപക്ഷത്തിരിക്കുന്ന CPM-ഓ അല്ലെങ്കിൽ മറ്റ് ഇടതുപക്ഷ പാർട്ടികളാകട്ടെ, BJP ആകട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആത്മാർത്ഥമായി പറയാൻ സാധിക്കും പ്രവാസികൾ കൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. 2014 ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലൊരു ചർച്ച നടത്തിയിരുന്നു. അതായത് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പ്രവാസികൾക്ക് കൂടി പങ്കാളിത്തം വേണം, അതിനെന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നത് പഠിക്കാൻ വേണ്ടി 2014 അവരൊരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ആ കമ്മിറ്റി ഏകദേശം 7 പ്രാവശ്യം 2014 7 പ്രാവശ്യമാണ് ആ കമ്മിറ്റി യോഗം ചേർന്നത്. അതിന് 2014 ജൂലൈ 19-ാം തീയതി ഇന്ത്യയിലെ ദേശീയ പാർട്ടികളെ ഒന്നടങ്കം വിളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു യോഗം ചേരുകയും ചെയ്തു. 2014 ഒക്ടോബർ 19-ാം തീയതി ഇന്ത്യയിലെ 6 പ്രമുഖ ദേശീയ പ്രസ്ഥാനങ്ങൾ, ദേശീയ പാർട്ടികൾ നമുക്കറിയാം. ഒന്ന് BSP ബഹുജൻ സമാജ്വാദി പാർട്ടി, NCP നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി, പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, CPI, CPM, ഭാരതീയ ജനതാ പാർട്ടി. ഈ 6 ദേശീയ പാർട്ടികളിൽ 4 ദേശീയ പാർട്ടികൾ മാത്രമാണ് അവരുടെ ഫിസിക്കലി പ്രസൻസ് ഉണ്ടായിരുന്നത്. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ഒരു യോഗം നടന്നതിനെ കുറിച്ച് അറിഞ്ഞത് പോലും ഇല്ല എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ BSP അവരൊരു റിട്ടേൺ ആയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഞാനിത് പറയാൻ കാരണം 2014
അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ഒരു സമിതി യോഗം ചേരുകയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം 1 വർഷം പിന്നിട്ടിരിക്കുന്നു. ആ യോഗത്തിന്റെ മിനിറ്റ്സ് ഇപ്പൊ എന്റെ കൈവശമുണ്ട്. ആ മിനിറ്റ്സ് പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആഗ്രഹമുണ്ട് പ്രവാസികൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകണം എന്നുള്ളത്. പക്ഷെ എങ്ങനെ പങ്കാളികളാകണം എന്നത് സംബന്ധിച്ച് വിരുദ്ധ അഭിപ്രായമുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നത് പോസ്റ്റൽ ബാലറ്റ് ആയിക്കോട്ടെ, പക്ഷെ ഇന്റർനെറ്റ് വേണ്ട, പ്രോക്സി വോട്ട് വേണ്ട. ഇതിന്റെയൊക്കെ കാരണം പറയുന്നത് അത് പ്രായോഗികമല്ല. സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉയരുന്നു. ഞാൻ ഒരൊറ്റ വർഷത്തെ മാത്രം കണക്കെടുപ്പ് നടത്തുകയാണ്. 2014 ജൂലൈ 19 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ 4 ദേശീയ പ്രസ്ഥാനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു ഇന്റർനെറ്റ് വോട്ടിംഗ് ഒന്നും വേണ്ട. ആത്മാർത്ഥമുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് പ്രായോഗികമായ ഒരു സമീപനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ അവതരിപ്പിച്ചത്? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അവതരിപ്പിച്ചിട്ടില്ല. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇക്കുറിയും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്ക് വോട്ടവകാശം വേണം അല്ലെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പറഞ്ഞു അത് ഇന്റർനെറ്റ് വോട്ടിംഗ് സാധ്യമല്ല, ഇന്റർനെറ്റ് വോട്ടിംഗ് പ്രായോഗികമല്ല എന്നൊരു സമീപനം അവർ സ്വീകരിക്കുകയുണ്ടായി. ആ 2014 യോഗത്തിൽ എല്ലാ പ്രസ്ഥാനങ്ങളും പറഞ്ഞൊരു കാര്യം അത് തന്നെയാണ്. ഇന്റർനെറ്റോ അല്ലെങ്കിൽ ഓൺലൈൻ വോട്ടിങ്ങോ വേണ്ട, അതൊന്നും സുതാര്യമായിരിക്കില്ല, അതൊന്നും സുരക്ഷിതമായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ മറിച്ച് മറ്റെന്ത് മാർഗമുണ്ട്? ആ മാർഗം അവർ പറയുന്നത് പോസ്റ്റൽ വോട്ടിംഗ് ആണ്. ആ പോസ്റ്റൽ വോട്ടിങ്ങിന്റെ പ്രശ്നമാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടിയത്. അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പ്രവാസികൾ വന്നോട്ടെ, പക്ഷെ അതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. പോസ്റ്റൽ ബാലറ്റിംഗ് ആവുമ്പോൾ നമുക്കറിയാം, ഒന്ന് ഈ പോസ്റ്റൽ ബാലറ്റ് പ്രിന്റ് ചെയ്ത് അവിടെ നിന്ന് ഇവിടേക്ക് എത്തിച്ച് അത് കൃത്യമായി സുരക്ഷിതമായി വോട്ട് ചെയ്ത് തിരികെ നാട്ടിലേക്ക് എത്തിക്കാൻ എടുക്കുന്ന സമയം. ഷാബു കളിത്തട്ടിൽ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാൻ, നാരായണൻ വെളിയങ്കോടിലേക്ക്. ശ്രീ നാരായണൻ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പ്രവാസികൾക്ക് വോട്ടവകാശം വേണമെന്ന അഭിപ്രായക്കാരാണ്. പല ഘട്ടങ്ങളിലും അതിൽ ക്രിയാത്മകമായ ഒരു സമീപനം സ്വീകരിക്കാനോ ഒരു നിർദ്ദേശം വയ്ക്കാനോ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ കൂടി ഏറ്റവും ഒടുവിൽ പ്രവാസികൾ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ച് ഈ അവകാശം നേടിയെടുത്തപ്പോൾ അതിനുശേഷവും ഇതിൽ പലതരത്തിലുള്ള തർക്കങ്ങൾ വന്നു. ഈ വോട്ട് വേണോ, പോസ്റ്റൽ ബാലറ്റ് വേണോ, അല്ലെങ്കിൽ പ്രോക്സി വോട്ട് വേണോ തുടങ്ങിയ ചർച്ചകൾ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ തന്നെ സജീവമായിരുന്നു. അക്കാര്യത്തിലൊന്നും തന്നെ ഒരു അഭിപ്രായ സമന്വയത്തിലെത്താനും കഴിഞ്ഞിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടവകാശം ഉണ്ടാകും എന്നായിരുന്നു ബഹുഭൂരിപക്ഷം പ്രവാസികളും കരുതിയിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകില്ല എന്നാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരത്തെ തന്നെ ഈ കാര്യങ്ങളിൽ പ്രേരിപ്പിക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇക്കാര്യത്തിൽ ഒരു വേണ്ട സജീവത കാണിക്കാതിരുന്നത് കൊണ്ടല്ലേ ഈ തെരഞ്ഞെടുപ്പും പ്രവാസികൾക്ക് നഷ്ടമാകുന്നത്? നാരായണൻ വെളിയങ്കോടിലേക്ക് തിരിച്ചു വരാം. അജി കുര്യാക്കോസിലേക്ക്. അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, പ്രവാസികൾ വർഷങ്ങളായുള്ള കാത്തിരിപ്പാണ്. സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ മേഖലയിൽ, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക മേഖലയിലെല്ലാം തന്നെ വലിയ സംഭാവനകൾ നൽകുന്നതും കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുള്ളവരും രാഷ്ട്രീയ പ്രക്രിയയിൽ വിദൂരദേശത്താണെങ്കിലും സജീവമായി പങ്കെടുക്കുന്നതും ആയ ആളുകൾ. പക്ഷേ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ജീവിത സാഹചര്യം കാരണം നാട്ടിലെത്തി വോട്ട് ചെയ്ത് മടങ്ങാനുള്ള സാമ്പത്തിക ശേഷിയുള്ളവരല്ല വലിയൊരു വിഭാഗം ആളുകളും. അവർക്ക് വോട്ടവകാശം നൽകുക, അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുക എന്നത് ഭരണകൂടത്തിൻ്റെയും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ തന്നെ ചുമതലയായിരുന്നു. പക്ഷേ പലപ്പോഴും അത് നടന്നില്ല. അവസാനം പ്രവാസികൾ തന്നെ നിയമപരമായി പോരാടി ഈ അവകാശം നേടിയെടുത്തു. എന്നിട്ടും ഈ തെരഞ്ഞെടുപ്പിലും അത് ചെയ്യാൻ, ആ വോട്ടവകാശം അവർക്ക് വിനിയോഗിക്കാൻ സാധിക്കില്ല എന്ന് വന്നിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ഹലോ, ശ്രീ അജി കുര്യാക്കോസ്, എൻ്റെ ചോദ്യം താങ്കൾ കേട്ടു എന്ന് കരുതുന്നു. പ്രവാസികൾക്ക് ഈ തെരഞ്ഞെടുപ്പിലും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ കഴിയില്ല. എന്താണ് താങ്കളുടെ പ്രതികരണം? ശ്രീ അജി കുര്യാക്കോസ്, ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്. താങ്കളിലേക്ക് തിരിച്ചു വരാം. നാരായണൻ വെളിയങ്കോടിലേക്ക് ഒരിക്കൽ കൂടി. നാരായണൻ വെളിയങ്കോട്, പ്രവാസികൾ വർഷങ്ങളായുള്ള പ്രവാസികളുടെ ഒരു ആവശ്യമാണ് നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവമായി പങ്കെടുക്കുക, വോട്ടവകാശം വിനിയോഗിക്കുക എന്നത്. അത് സുപ്രീം കോടതി വരെ പോയി ആ അവകാശം നേടിയെടുത്തിട്ടും ഈ തെരഞ്ഞെടുപ്പിലും
അത് പ്രാവർത്തികമാകുന്നില്ല. എവിടെയാണ് പിഴച്ചത്? ശ്രീ നാരായണൻ. തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം വളരെ ഒക്ടോബറിലാണ് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ഈ ഓൺലൈനായിട്ടാണെങ്കിലും വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില പ്രക്രിയകൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേരുകൾ വോട്ടർ ലിസ്റ്റിൽ ചേർക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ്. അതുപോലും സ്റ്റാർട്ട് ചെയ്യാതെ നമ്മൾ വോട്ട് ചെയ്യണം, ഓൺലൈനായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് നടക്കുക എന്നതിനെ സംബന്ധിച്ച് നമ്മൾ തന്നെ കുറച്ചുകൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വളരെ ലളിതമായ രീതിയിലാണ് പറയുന്നത്, പ്രവാസികൾ ഓൺലൈനായിട്ട് വോട്ട് ചെയ്യാൻ ഉടനെ തന്നെ അവർക്ക് അംഗീകാരം കൊടുക്കണം. വളരെ നാളുകളായിട്ട് പ്രവാസികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അവർക്ക് വോട്ട് ചെയ്യണം, ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ വോട്ട് ചെയ്യണം. അത് ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈന് ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടും അവസാന നിമിഷം വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കേന്ദ്ര ഗവൺമെന്റ് അതിൽ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി കഴിഞ്ഞാൽ തന്നെ അതിനെ സംബന്ധിച്ച് ഏത് തരത്തിലായിരിക്കും ഈ വോട്ടവകാശം പ്രവാസികൾ വിനിയോഗിക്കുക? ഓൺലൈൻ ആണെങ്കിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം വേണം. ഓൺലൈൻ ആണെങ്കിൽ തന്നെ ഈ ഓൺലൈനായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത വേണം. എത്ര ആളുകളാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? അവർക്ക് വോട്ട് ചെയ്യേണ്ട സമയം പ്രക്രിയ എങ്ങനെയായിരിക്കും ഓൺലൈനായിട്ട് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുക? ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ രീതിയിൽ തീരുമാനിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ തന്നെ അതിനുശേഷം നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, വീണ്ടും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും വളരെ കൃത്യമായിട്ട് പ്രവാസികൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണം. ഇന്നത്തെ ഒരു സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ, പ്രവാസികൾക്ക് അവരുടെ വോട്ട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിനിയോഗിക്കുന്നതിന് നാട്ടിൽ പോകുന്ന ആളുകൾക്ക് വിനിയോഗിക്കാൻ തന്നെ വോട്ടർ ലിസ്റ്റിൽ 25-ാം തീയതി വരെ കേരളത്തിലുള്ള ആളുകൾക്ക് വോട്ട് ചേർക്കാനുള്ള അവകാശമുണ്ടെങ്കിലും പ്രവാസികൾക്ക് വോട്ട് ചേർക്കാനുള്ള യാതൊരു പ്രക്രിയയും എവിടെയും കാണാൻ ഓൺലൈനായിട്ട് വോട്ട് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുവരെ സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഞാൻ തിരിച്ചു വരാം ശ്രീ നാരായണൻ. അഡ്വക്കേറ്റ് അജി കുര്യാക്കോസിലേക്ക്. അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, ഈ വോട്ടിംഗ് ആണ് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഈ വോട്ടിങ്ങിനും ചില പ്രായോഗിക പ്രശ്നങ്ങൾ ചില രാഷ്ട്രീയ കക്ഷികൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം. നമുക്കറിയാം, പ്രത്യേകിച്ച് വിദേശ നാടുകളിലെ മലയാളികളിൽ വലിയൊരു ശതമാനം കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവരാണെന്ന് കരുതാൻ കഴിയില്ല. പലരും അവിദഗ്ധ തൊഴിലാളികളാണ്, കാര്യമായ കമ്പ്യൂട്ടർ പരിജ്ഞാനമോ സാങ്കേതിക വിദ്യാഭ്യാസമോ ഇല്ലാത്ത ആളുകളാണ്. ഇത്തരം കാര്യങ്ങളിൽ ഒരു തീർപ്പുണ്ടാകുന്നതുവരെ ഈ വോട്ട് എത്രത്തോളം പ്രായോഗികമാണ്? എന്താണ് ഗൾഫ് നാടുകളിൽ അല്ലെങ്കിൽ വിദേശ നാടുകളിലുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം? ഞാൻ ഗൾഫ് നാടുകൾ എന്ന് പറയുന്നത് അവിദഗ്ധ തൊഴിലാളികൾ, മലയാളികളായ തൊഴിലാളികൾ, ഇന്ത്യക്കാരായ തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ഒരു മേഖല എന്ന നിലയിലാണ്. അവിടെയുള്ള സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുടെ ഘടകങ്ങളും എല്ലാം തന്നെ ഈ കാര്യത്തിൽ എന്തെങ്കിലും ചുവടുവെപ്പുകൾ നടത്തിയിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. കേരളത്തിലെ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നപ്പോൾ ഇതേ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ എതിർത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ വന്നപ്പോൾ ഇതേ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ എതിർത്തിട്ടുണ്ട്. ട്രാക്ടർ വന്നപ്പോൾ ഇതേ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ എതിർത്തിട്ടുണ്ട്. അപ്പൊ ഇതിലൊന്നും പുതുമ കാണുന്നില്ല. കാരണം ഇത്തരം വോട്ടിംഗ് സമ്പ്രദായങ്ങൾ കൊണ്ടുവന്ന് അത് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് അത് അതിൻ്റെതായ രീതിയിൽ വോട്ട് ചെയ്യിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനും അതുപോലെ തന്നെ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിനുമുണ്ട്. അതുകൊണ്ട് ഇത് ആർക്കും അറിയില്ല, കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് ഈ വോട്ടിംഗ് സമ്പ്രദായം നടപ്പിലാക്കരുത് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഈ വോട്ടിംഗ് സമ്പ്രദായം പ്രായോഗികമാണെന്ന് സുപ്രീം കോടതി കണ്ടിട്ടുണ്ട്. സുപ്രീം കോടതി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചതും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുതൽ അത്തരത്തിലുള്ള വോട്ടിംഗ് സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് വോട്ടിംഗ് സമ്പ്രദായം കൊണ്ടുവരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധിക്കില്ല എന്ന് പറഞ്ഞ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഡീലിമിറ്റേഷൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് കഴിഞ്ഞിട്ടില്ല. വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് കഴിയാത്തത് കൊണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇത്രയും തിടുക്കത്തിൽ ഇത്തരം ഒരു സംവിധാനം കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരിക്കലും ഈ വോട്ടിംഗ് സമ്പ്രദായം നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടില്ല.
മറ്റൊന്ന്, ഈ വോട്ടിംഗ് സമ്പ്രദായം നടപ്പിലാക്കരുത് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷികളുടെ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത് അത് പേടിച്ചിട്ടാണ്. കാരണം പ്രവാസി സമൂഹം എന്ന് പറഞ്ഞാൽ പ്രവാസി സമൂഹത്തിന്റെ മൊത്തം ഒരു അവരുടെ ഒരു വികാരം എന്ന് പറയുന്നത് കോൺഗ്രസിനോട് ചേർന്നുള്ള ഒരു വികാരമാണ്. അപ്പൊ അത്തരം വികാരം നിലവിലുള്ളപ്പോൾ ആ പ്രവാസി സമൂഹം അത് വികാരം പ്രതിഫലിക്കുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഈ വോട്ടിങ്ങിനെതിരെ ഇത്തരമൊരു നിലപാടെടുക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ സുപ്രീം കോടതിയുടെ വ്യക്തമായ മാർഗനിർദ്ദേശമുണ്ട്, വരും കാലങ്ങളിൽ എത്രയും പെട്ടെന്ന് ഈ വോട്ടിംഗ് സമ്പ്രദായം നടപ്പിലാക്കണം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഓൺലൈൻ വഴിയാണ് നടപ്പിലാക്കുന്നത് പല രാജ്യങ്ങളിലും. അപ്പം അത്തരം രാജ്യങ്ങളിൽ ഈ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. അപ്പോൾ ഇത്രയും സുതാര്യമായി നടപ്പിലാക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വരെ ഇന്ത്യയിൽ നിന്നുള്ള സോഫ്റ്റ്വെയർ കമ്പനികളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ ഇത്തരം ഒരു ചെറിയൊരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ, ചെറിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ഇത്തരം സോഫ്റ്റ്വെയർ കമ്പനികൾക്ക് സാധിക്കാതെ വരില്ല. അജയ് കുര്യാക്കോസ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചുവരാം, ചർച്ചയിലേക്ക് തിരിച്ചുവരാം. ചെറിയൊരു ഇടവേള ആവശ്യമായിരിക്കും. ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ ഷാബു, നേരത്തെ നാരായണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം ഏതാണ്ട് വ്യക്തമായിരുന്നു. ഇനി ഒരു വർഷത്തിനകം തന്നെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്ക് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇപ്പോഴത്തെ അവസ്ഥയിൽ? കാര്യം പല പ്രശ്നങ്ങളുമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളുണ്ട്. വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടില്ല. മാത്രമല്ല, പ്രവാസികൾക്ക് ഈ വോട്ടിംഗ് ആണ് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഈ വോട്ടിംഗ് നടപ്പാക്കണമെങ്കിൽ അതിനും ചില പ്രായോഗിക തടസ്സങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളൊക്കെ മറികടന്ന് അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ഈ വോട്ടവകാശം വിനിയോഗിക്കാൻ പ്രവാസിക്ക് കഴിയുമെന്നാണോ താങ്കൾ കരുതുന്നത്? പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒന്ന്, ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്? പ്രവാസികൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകണം എന്ന് ആഗ്രഹിക്കേണ്ടത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. അവരാണ് ശരിക്കും ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇതിൽ ആത്മാർത്ഥമായ ഒരു ഇടപെടലുണ്ടാകണം. ഞാൻ അതുകൊണ്ടാണ് 2014 ജൂലൈ 19 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച സമിതിയുടെ യോഗത്തെക്കുറിച്ച് സൂചിപ്പിച്ചത്. അതിലൊക്കെ അവരുടേതായ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇന്റർനെറ്റ് വോട്ടിങ്ങിനെ, ഓൺലൈൻ വോട്ടിങ്ങിനെ അനുകൂലിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തു. അവരൊക്കെ പോസ്റ്റൽ ബാലറ്റിനെയാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിച്ചൊരു കാര്യം ഇതാണ്, ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കൃത്യമായ പ്രായോഗികമായ ഒരു സമീപനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ അവതരിപ്പിച്ചത്? അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ പ്രവാസി വോട്ടിംഗ് സാധ്യമാകുന്ന വിധത്തിലുള്ള പ്രായോഗികമായ ഒരു സമീപനം പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചത്? അങ്ങനെ ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിലോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലോ പ്രായോഗിക സമീപനം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അവതരിപ്പിച്ചിട്ടില്ല. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, താല്പര്യമുണ്ട് എന്ന് പറയുകയും എന്നാൽ പ്രവാസികളുടെ വോട്ടിങ്ങിനെ നിർബന്ധ ബുദ്ധിയോടെ കാണുന്നില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മാത്രമല്ല, ഞാൻ അതുകൊണ്ടാണ് ആ മിനിറ്റ്സിനെ കുറിച്ച് സൂചിപ്പിച്ചത്. ഷാബു, ഞാൻ തിരിച്ചു വരാം. നാരായണനിലേക്ക് ഒരിക്കൽ. ശ്രീ നാരായണൻ, ഷാബു പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവാസികൾക്ക് വോട്ടവകാശം നൽകണം എന്നവർ പറയുമ്പോൾ തന്നെ കാര്യക്ഷമമായ അല്ലെങ്കിൽ ക്രിയാത്മകമായ ഒരു നിർദ്ദേശം വെക്കുകയോ പൂർണ്ണമായൊരു ആത്മാർത്ഥതയോടുകൂടി ഈ വിഷയത്തെ സമീപിക്കുകയോ ചെയ്യുന്നില്ല. അതിൽ കാര്യമുണ്ട്. കാര്യം, ഇത്രയും കാലം പ്രവാസികൾക്ക് ഈ വോട്ടവകാശം ലഭിക്കാതെ പോയതിന് ഒരു പക്ഷേ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും കുറ്റക്കാരാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു താല്പര്യമില്ലാതെ വരുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും ഈ വോട്ടിംഗ് സമ്പ്രദായം പ്രവാസികൾക്ക് വോട്ടവകാശം ലഭിച്ച് അത് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വോട്ടവകാശം ലഭിക്കണം എന്ന കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ സാങ്കേതിക വിദ്യ ഇത്രയും ഉയർന്നിട്ടില്ലാത്തൊരു സമയത്ത് പലതും ആഗ്രഹിച്ച പോലെ നടക്കാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം സാങ്കേതിക വിദ്യയിൽ നമ്മൾ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. IT രംഗത്താണെങ്കിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരിക്കുന്നു. ഓൺലൈൻ വോട്ട് തന്നെ ആണെങ്കിൽ പോലും അത് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടിക്കുന്നതിനും അതിനെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിനും തക്കതായിട്ടുള്ള വളരെ നൈപുണ്യം നേടിയിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ ആയിരിക്കണം ഈ വോട്ടിന്റെ പാറ്റേൺ എന്ന് തീരുമാനിക്കേണ്ടതും ഏത് രീതിയിലാണ് ഈ വോട്ടിംഗ് നടത്തേണ്ടത് തീരുമാനിക്കുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ ചർച്ച വളരെ ഗൗരവമായി ചർച്ച ഉയർന്നു വരാൻ കാരണം നമ്മുടെ കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനോട് ശുപാർശ ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വന്നിട്ടുണ്ട്. ഇവിടെ
എന്താണ് വന്ന് ശുപാർശ ചെയ്തിരിക്കുന്നത്? ഓൺലൈൻ വോട്ട് വേണം. ഓൺലൈൻ വോട്ട് വേണമെന്നൊക്കെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എങ്ങനെ നിങ്ങൾ ഈ ഓൺലൈൻ വോട്ട് നടപ്പാക്കും? നിങ്ങൾ വെറും വാചകടി കൊണ്ട് നടപ്പാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണോ ഇത്? ഇത് ജനസമ്പർക്ക പരിപാടി പോലെ കുറെ ആളുകളെ വിളിച്ചു ചേർത്ത് നമുക്ക് ആവശ്യമുള്ള ആളുകൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുന്നത് പോലെ നടപ്പാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഈ പ്രവാസികളുടെ ഓൺലൈൻ വോട്ട്? ഈ കാര്യത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഇന്നിപ്പോ പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിരിക്കുന്നു. സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിരിക്കുന്നു. എങ്ങനെ നടപ്പാക്കണമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? ഈ പ്രവാസികൾ ഇത്രയും ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികൾ അവരുടെ വോട്ടവകാശം രേഖപ്പെടുത്തണമെങ്കിൽ അവർക്ക് ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേര് രജിസ്റ്റർ ചെയ്യണം. ഇന്നേ വരെ ഒരാളുടെ പേരെങ്കിലും രജിസ്റ്റർ ചെയ്യുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ട്, ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല. ഈ വലിയ വാചകം അടിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടിയും കേരള സർക്കാരും തയ്യാറായിട്ടില്ല. നാരായണൻ, സർക്കാരിനോട് ഏതൊക്കെ മാർഗത്തിൽ ഏത് വോട്ടിംഗ് സമ്പ്രദായമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പോസ്റ്റൽ ബാലറ്റ് അതിൻ്റെ അപ്രായോഗികത പറഞ്ഞു. പ്രോക്സി വോട്ടിന് പല ഭാഗത്തു നിന്നും എതിർപ്പ് വന്നു. ഇത് മൂന്നും താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന മെച്ചപ്പെട്ടൊരു സമ്പ്രദായം എന്ന നിലയിലാണ് സർക്കാർ ഈ വോട്ടിന് പറയുന്നത്. ഓൺലൈൻ വോട്ടിംഗ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതിലും പ്രശ്നമുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങൾ മറികടക്കാതെ എങ്ങനെ ഇത് സാധ്യമാകുമെന്നത് വലിയ ചോദ്യമാണ്. എന്തായാലും ബാലറ്റ് സമ്പ്രദായത്തിലൂടെ ഇത്രയും വിദേശത്തുള്ള ആളുകൾക്ക് ഈ വോട്ടിംഗ് ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് കൂടുതൽ സമയനഷ്ടവും വലിയൊരു പ്രക്രിയയാണ്. അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് മിക്ക രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഓൺലൈൻ വോട്ടിംഗ് എന്ന ആളുകൾ ഇതിനൊരു പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓൺലൈൻ വോട്ട് അതിനാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കണം. ഈ ആളുകളുടെ പേരുകൾ വോട്ടർ ലിസ്റ്റ് എന്നുള്ള രീതിയിൽ പ്രസിദ്ധീകരിക്കണം. ഇവർക്ക് വോട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പാസ്വേഡുകളും മറ്റുള്ള കാര്യങ്ങളും കൊടുക്കണം. ഇത് വോട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ആളുകളെ പരിശീലിപ്പിക്കണം. ആരായിരിക്കും ഈ വോട്ട് ഇവരുടെ ID പരിശോധിക്കുന്ന ആ കാര്യത്തെ സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കണം. അമേരിക്കക്കാരും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളും ഈ പോസ്റ്റൽ വോട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അവർ ചെയ്യുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് ഒരാൾ പോലും പറഞ്ഞില്ല. അവരുടെ ഇഷ്ടം പോലെ അവരുടെ റൂമിലിരുന്ന ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് വോട്ട് ചെയ്യുകയാണോ അതോ അവർ എംബസിയിൽ ബന്ധപ്പെട്ടിട്ടാണോ അവർ വോട്ട് ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പഠിക്കുന്നതിനും ആളുകളെ പഠിപ്പിക്കുന്നതിനും തയ്യാറാകാതെ ഞാൻ തിരിച്ചു വരാം. അജി കുര്യാക്കോസ്, ഇത്തരം പ്രശ്നങ്ങൾ ശ്രീ നാരായണൻ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത്, അതിന് ഏത് രീതിയിൽ ഇത് വിനിയോഗിക്കാൻ പറ്റും? ഈ വോട്ട് എന്ന് സർക്കാർ പറയുമ്പോൾ അതിന് ഒരുപാട് മുൻകരുതലുകൾ വേണം. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറഞ്ഞത് അതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ സമയത്തിനകം ചെയ്തു തീർക്കാൻ പറ്റില്ല. മാത്രമല്ല ഇതിൽ സർക്കാരിനും വലിയൊരു പങ്കുണ്ട്. കൃത്യമായ ഒരു ഈ വോട്ടിംഗ് രീതി ഏത് രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന ജനങ്ങളെ വോട്ടർമാരെ ബോധവൽക്കരിക്കുകയും അതിനവർക്ക് പരിശീലനം നൽകുകയും തുടങ്ങിയ വലിയൊരു പ്രക്രിയ നിൽക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഇനി അവശേഷിക്കുന്ന അവസ്ഥയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പോസിബിൾ ആണോ, സാധ്യമാണോ? ഞാൻ ആദ്യം പറഞ്ഞോട്ടെ, എന്റെ സുഹൃത്തായ ശ്രീ നാരായണേട്ടൻ പറഞ്ഞതിനെ നിശ്ചിതമായി വിമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒന്ന്, ഇത് എങ്ങനെയെങ്കിലും നടക്കരുത് എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കൊണ്ടുവരുന്നത്. കാരണം നമുക്കറിയാം, ഏതൊരു പുതിയൊരു സംരംഭവും ആരംഭിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവും. കാരണം അത് ആരംഭിക്കാതെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ഇപ്പൊ നാരായണേട്ടൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് സാങ്കേതിക വിദ്യ, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം കൂട്ടിക്കലർത്തി വളരെ ഭീകരമായ ഒരു സംഭവമാണെന്ന് കാണിക്കുകയാണ്. ഇത് വളരെ നിസ്സാരമാണ് ഇത്തരം കാര്യങ്ങൾ. കാരണം ഇന്ത്യയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് ഇത് വളരെ നിസ്സാരമാണ്. നാരായണേട്ടൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയിൽ കുടുംബശ്രീ പ്രൊജക്ടിനകത്ത് ATM കാർഡ് വഴിയാണ് സ്ത്രീകൾ കാശെടുക്കുന്നത്, അവർ സാലറി എടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർ, അവർ നമുക്കറിയാം വിദ്യാഭ്യാസം തീരെയില്ലാത്ത സഹോദരിമാർ വരെ ATM കാർഡ് ഉപയോഗിച്ച് ബാങ്കിൽ പോയി പൈസ എടുക്കുന്നു. മറ്റൊന്ന്, കേരളത്തിൽ UAE-യിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയിലെ ബാങ്കിംഗ് സംവിധാനത്തിൽ നമ്മൾ നിയന്ത്രിക്കുന്നു. ഒരു വ്യക്തിയും അവരവന്റെ സ്വന്തം ബാങ്കിംഗ് സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്നു. ഓരോ പർച്ചേസിംഗ് നടത്തുന്നു. eBay പോലുള്ള സൈറ്റുകളിൽ പോയി നമ്മൾ പർച്ചേസിംഗ് ചെയ്യുന്നു. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിസ്സാരമായ വോട്ട് രേഖപ്പെടുത്താനും അതിന്റെ സുതാര്യത കാത്തു സംരക്ഷിക്കാനും കഴിയില്ല എന്ന് പറയുന്നത് ഇന്ത്യയെ തന്നെ, പ്രത്യേകിച്ച് കേരളത്തെ അപമാനിക്കുന്ന തുല്യമാണ്. വളരെ നന്ദി ശ്രീ അജി കുര്യാക്കോസ്. ഒപ്പം ഷാബു കിളിത്തട്ടിൽ, നാരായണൻ വെളിയങ്കോട് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രവാസികൾ ദീർഘകാലമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് വോട്ടവകാശം വിനിയോഗിക്കുക എന്നത്, അവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുക എന്നത്. അത് ഒരു പരിധിവരെ അത് യാഥാർത്ഥ്യമാവുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിലായില്ലെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും അത് സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. വാർത്തകൾ തുടരുന്നു. വിദേശ രാജ്യങ്ങളിലേക്കുള്ള പണമിടപാടുകൾ കർശന നിരീക്ഷണത്തിലാണെന്ന് കുവൈത്ത്. സന്നദ്ധ സംഘടനകളുടെ ബാങ്ക് അക്കൗണ്ടുകളും ഇടപാട് രേഖകളും പരിശോധിക്കും. നിരീക്ഷണം തീവ്രവാദ സംഘങ്ങളിലേക്ക് ധനസഹായം എത്തുന്നത് തടയാനാണെന്നും കുവൈത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് പറഞ്ഞു.
വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘങ്ങൾ പണത്തിനുവേണ്ടി അറബ് രാഷ്ട്രങ്ങളെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിദേശ പണമിടപാടുകൾ കർശനമായി നിരീക്ഷിക്കാൻ കുവൈത്ത് സാമൂഹ്യക്ഷേമ മന്ത്രാലയം ഉത്തരവിട്ടത്. ആയുധങ്ങൾക്കും മറ്റുമായി ഇത്തരം സംഘടനകൾക്ക് വൻ സാമ്പത്തിക സഹായം ആവശ്യമാണ്. ഇതിനായി സന്നദ്ധ സംഘങ്ങളെ മറയാക്കി വളരെ ആസൂത്രിതമായാണ് ഇക്കൂട്ടർ പണപ്പിരിവ് നടത്തുന്നത്. മേഖലയിൽ നടന്ന തീവ്രവാദാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നും ബാങ്കുകൾ വഴി വിദേശത്തേക്ക് പോകുന്ന പണത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ GCC ആഭ്യന്തര മന്ത്രാലയങ്ങൾ തീരുമാനിച്ചതായും സാമൂഹ്യക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാൻ, സിറിയ, ലബനാൻ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള ബാങ്ക് ഇടപാടുകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. കുവൈത്തിൽ നിന്ന് പിരിച്ചെടുക്കുന്ന സഹായങ്ങൾ തീവ്രവാദ സംഘടനകൾക്ക് ലഭിക്കുന്നത് തടയുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ആരെല്ലാമാണ് പണം നൽകിയിട്ടുള്ളതെന്നും എവിടെയാണ് പണം ചെലവഴിച്ചതെന്നുമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. വ്യക്തികളും സംഘടനകളും സോഷ്യൽ മീഡിയ വഴിയും മറ്റും നടത്തിവരുന്ന പണപ്പിരിവ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. നിയമലംഘനം നടത്തിയവരെ കണ്ടെത്തിയാൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. മുനീർ അഹമ്മദ്, മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. ഗൾഫ് രാജ്യങ്ങളിൽ പെട്രോൾ ഡീസൽ വിലയിൽ ഏറ്റവും കുറവ് സൗദി അറേബ്യയിലാണ്. 6 ഗൾഫ് രാജ്യങ്ങളിലെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ സൗദി വിപണിയിൽ പെട്രോളിന് 43%, ഡീസലിന് 79% കുറവാണെന്ന് പഠന റിപ്പോർട്ട് പറയുന്നു. സൗദി സർക്കാർ അനുവദിക്കുന്ന സബ്സിഡിയാണ് വിലക്കുറവിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വെനിസ്വേല കഴിഞ്ഞാൽ ലോകത്തെ എണ്ണവില ഏറ്റവും കുറഞ്ഞ രാജ്യമാണ് സൗദി അറേബ്യ. പെട്രോളിന് ശരാശരി 0.59 റിയാലും ഡീസലിന് ശരാശരി 0.26 റിയാലുമാണ് സൗദിയിലെ നിരക്ക്. ഗൾഫ് രാജ്യങ്ങളിൽ പെട്രോളിനും ഡീസലിനും ഏറ്റവും കൂടിയ നിരക്ക് UAE-യിലാണ്. സർക്കാർ സബ്സിഡി എടുത്തുകളഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസമുണ്ടായ തീരുമാനം നിലവിൽ വരുന്നതോടെ പെട്രോൾ വില വീണ്ടും കൂടാനാണ് സാധ്യത. 29.1 ബില്യൺ റിയാലിന്റെ ഇന്ധനമാണ് 2014 സൗദി വാഹനങ്ങൾ ഉപയോഗിച്ചത്. അയൽ ഗൾഫ് രാജ്യങ്ങളിലെ വിലയുമായി താരതമ്യം ചെയ്താൽ ഇതിന് ശരാശരി 83.9 ബില്യൺ റിയാൽ നൽകേണ്ടി വരും. രാജ്യത്ത് താമസിക്കുന്ന വിദേശികൾ ഉൾപ്പെടെയുള്ളവർക്ക് സബ്സിഡി നിലനിൽക്കുന്നതിനാൽ 54.8 ബില്യൺ റിയാലിന്റെ കുറവാണ് ഉണ്ടായത്. UAE-ക്ക് പിന്നാലെ ഇതര ഗൾഫ് രാജ്യങ്ങളും എണ്ണ സബ്സിഡി എടുത്തുകളയാൻ തീരുമാനിച്ചാൽ ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന പ്രവാസികൾക്കും സ്വദേശികൾക്കും ഇന്ധനത്തിന് ഇരട്ടി വില നൽകേണ്ടി വരും. കുടുംബ ബജറ്റിനെയും യാത്രയെയും കമ്പനികളെയും സാരമായി ബാധിച്ചേക്കാവുന്ന ഇത്തരം നീക്കത്തിന്റെ ആശങ്കയിലാണ് ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ ഉപഭോക്താക്കൾ. മീഡിയ വൺ, റിയാദ്. കുവൈത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി പുതിയ സേന നിലവിൽ വന്നു. പരിസ്ഥിതി മലിനീകരണത്തിനെതിരെയുള്ള ബോധവൽക്കരണവും നിയമ നടപടികളും കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര മന്ത്രാലയത്തിലെ പൊതുസുരക്ഷാ വിഭാഗത്തിനു കീഴിലാണ് പരിസ്ഥിതി സേന രൂപീകൃതമായത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചേർന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും എൻവയോൺമെന്റ് പബ്ലിക് അതോറിറ്റിയുടെയും സംയുക്ത യോഗത്തിലാണ് പരിസ്ഥിതി പോലീസ് എന്ന നിർദ്ദേശം ഉരുത്തിരിഞ്ഞത്. രാജ്യത്തെ പുതിയ പരിസ്ഥിതി നിയമത്തിന്റെ ചുവടുപിടിച്ചാണ് അന്തരീക്ഷ മലിനീകരണം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്താൻ പോലീസ് സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം പൊതുസുരക്ഷാ വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ബ്രിഗേഡിയർ അബ്ദുൽ ഫത്താഹ് അലിയുടെ കീഴിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടതോടെയാണ് പരിസ്ഥിതി പോലീസ് യാഥാർത്ഥ്യമായത്. പൊതുസുരക്ഷാ വിഭാഗത്തിന്റെ ഭാഗമായാണ് സേന പ്രവർത്തിക്കുകയെങ്കിലും എൻവയോൺമെന്റ് പബ്ലിക് അതോറിറ്റിയുടെ കീഴിലുള്ള നിരീക്ഷകരുടെ സഹായം ഇവർക്ക് ലഭ്യമാക്കും. പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധം ലംഘിക്കുന്നവരെ കണ്ടെത്തുകയാണ് പരിസ്ഥിതി പോലീസിന് നൽകിയ ആദ്യ നിർദ്ദേശം. നിരോധം ലംഘിച്ച് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നവരിൽ നിന്ന് ആദ്യ തവണ 50 ദിനാറും നിയമലംഘനം ആവർത്തിച്ചാൽ 100 ദിനാറും പിഴ ഈടാക്കും. കച്ചവട സമുച്ചയങ്ങളിലും മറ്റും ഇതിനായി പോലീസ് സാന്നിധ്യം ഉറപ്പുവരുത്തും. പൊതുജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്ത ഷോപ്പിംഗ് കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കാനും പരിസ്ഥിതി സേനയ്ക്ക് അധികാരം നൽകിയിട്ടുണ്ട്. കൂടാതെ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുക, സസ്യജാലങ്ങൾ നശിപ്പിക്കുക തുടങ്ങിയ പ്രവണതകൾ തടയാനും പോലീസ് രംഗത്തുണ്ടാകും. മുനീർ അഹമ്മദ്, മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. കുവൈത്തിലെ പള്ളികളിൽ ജുമാ പ്രാർത്ഥനയ്ക്ക് സ്ത്രീകൾക്ക് പ്രവേശന വിലക്ക്. സുരക്ഷാ കാരണങ്ങളാൽ ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ പള്ളികളിലെ സ്ത്രീകളുടെ നമസ്കാര സ്ഥലം അടച്ചിടാനാണ് തീരുമാനം. ഔഖാഫ് മന്ത്രാലയം രാജ്യത്തെ മുഴുവൻ പള്ളി ഇമാമുമാർക്കും ഇത് സംബന്ധിച്ച സർക്കുലർ അയച്ചു. ഇന്നു മുതലാണ് വിലക്ക് പ്രാബല്യത്തിലായത്. കഴിഞ്ഞ മാസം ഷിയ പള്ളിയിലുണ്ടായ ചാവേർ ആക്രമണത്തെ തുടർന്ന് ജുമാ പ്രാർത്ഥന നടക്കുന്ന പള്ളികളിൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് പുതിയ തീരുമാനം. ജിദ്ദക്ക് വടക്ക് കോർണിഷ് തീരത്ത് 112 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ നടപടി തുടങ്ങിയതായി ജിദ്ദ മുനിസിപ്പാലിറ്റി അധികൃതർ വ്യക്തമാക്കി. പെരുന്നാൾ അവധി ദിവസം 2 യുവതികളെ ഒരു സംഘം യുവാക്കൾ ശല്യം ചെയ്യുന്ന വീഡിയോ ക്ലിപ്പ് പ്രചരിച്ചതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ ഉയർന്ന പൊതുജനാഭിപ്രായം കണക്കിലെടുത്താണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത്. 5 ഘട്ടങ്ങളിലായാണ് ക്യാമറകൾ സ്ഥാപിക്കുകയെന്ന് ജിദ്ദ മുനിസിപ്പാലിറ്റി വക്താവ് മുഹമ്മദ് അൽ ബുക്മി പറഞ്ഞു. ഈ വർഷത്തെ ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകരുടെ സേവനത്തിന് 241 കമ്പനികൾക്ക് അംഗീകാരം ലഭിച്ചു. ഏകദേശം 6.5 ലക്ഷം ആഭ്യന്തര തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുക. ആഭ്യന്തര തീർത്ഥാടകർക്ക് തമ്പുകൾ നിർണ്ണയിക്കുന്ന ജോലികൾ ഹജ്ജ് മന്ത്രാലയം നേരത്തെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഹജ്ജ് ചാർജ് നിശ്ചയിക്കുന്നതിനുള്ള അവസാനവട്ട ആലോചനകൾ ഇതിനായുള്ള സമിതിക്ക് കീഴിൽ തുടരുകയാണ്. ഖത്തറിലെ പ്രമുഖ ടെലികോം സേവനദാതാക്കളായ ഇരീദ് ഹല ഇന്ത്യയിലേക്ക് വിളിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന ചാർജ് ഇളവ് സ്ഥിരമാക്കാൻ തീരുമാനിച്ചു.
മിനിറ്റിന് 10 ദിർഹം മാത്രമാണ് ഇന്ത്യയിലേക്കുള്ള കോളിന് ഉരീദു ഈടാക്കുന്നത്. ഉരീദു ഹല ഇന്ത്യ കി സ്കീമിൽ ചേരുന്നവർക്കുള്ള ചാർജ് ഒരാഴ്ചയ്ക്ക് 1 റിയാൽ എന്നത് 1/2 റിയാലാക്കി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. 10 ദിർഹം നിരക്കിൽ ഉരീദു ഹല ഇന്ത്യ കീ ഉപഭോക്താക്കൾക്ക് ഇന്ത്യയിലേക്ക് വിളിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന ചാർജ് ഇളവാണ് ഇപ്പോൾ സ്ഥിരമാക്കാൻ തീരുമാനിച്ചത്. ഈ സ്കീമിൽ ചേരുന്നവരിൽ നിന്ന് ഈടാക്കിയിരുന്ന സേവന ചാർജ് ഒരാഴ്ചയ്ക്ക് 1 റിയാൽ എന്നത് 1/2 റിയാലാക്കി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് 1 മിനിറ്റിന് 89 ദിർഹമാണ് ഇതിലൂടെ ലാഭിക്കാൻ കഴിയുന്നത്. ഇതുവരെ ഉത്സവകാലങ്ങളിലും മറ്റും മാത്രം നൽകിയിരുന്ന സേവനങ്ങൾ എല്ലാ സമയത്തും ലഭ്യമാക്കുമെന്ന് ഉരീദു വെബ്സൈറ്റ് വഴി അറിയിച്ചു. ഇത് സംബന്ധിച്ച് തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഉരീദു SMS അയച്ചിട്ടുമുണ്ട്. ഇന്ത്യ കീ സ്കീമിൽ ചേരുന്നതിന് 121 എന്ന നമ്പറിലേക്ക് IND എന്ന് SMS ചെയ്താൽ മതി. എല്ലാ ആഴ്ചയും ഇത് ഓട്ടോമാറ്റിക്കായി പുതുക്കിക്കൊള്ളും. സേവനം മതിയാക്കാൻ സ്റ്റോപ്പ് IND എന്ന് SMS ചെയ്താൽ മതി. ഉരീദുവിന്റെ പ്രഖ്യാപനം വന്നതിന് തൊട്ടുപിന്നാലെ ഖത്തറിലെ വൊഡാഫോണും തങ്ങളുടെ ഓഫർ സ്ഥിരമാക്കിയതായി പ്രഖ്യാപിച്ചു. വൊഡാഫോൺ ഉപഭോക്താക്കൾക്ക് ഈ ഓഫർ പ്രകാരം നാട്ടിലേക്ക് വിളിക്കുന്നതിന് 1 മിനിറ്റിന് 10 ദിർഹംസ് ഈടാക്കും. ഇതിനായി 1 മാസം 2 റിയാൽ ഈടാക്കും. ഇത് സംബന്ധിച്ച സന്ദേശവും കഴിഞ്ഞ ദിവസം വൊഡാഫോൺ ഉപഭോക്താക്കൾക്ക് SMS ആയി ലഭിച്ചു. മീഡിയ 1 ദോഹ. ഈദ് അവധി ദിനങ്ങളിൽ ദുബായ് വിമാനത്താവളം വഴി 1,51,297 ഇന്ത്യക്കാർ യാത്ര ചെയ്തതായി ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് അറിയിച്ചു. 69,660 പേർ ഇവിടെ ഇറങ്ങിയപ്പോൾ 81,637 പേർ ദുബായിൽ നിന്ന് തിരിച്ചുപോയി. ഈദ് ഉൽ ഫിത്തർ അവധി നാളുകളിൽ ദുബായിൽ വൻ സന്ദർശക പ്രവാഹമാണ് ഉണ്ടായതെന്ന് എമിഗ്രേഷൻ വൃത്തങ്ങൾ വെളിപ്പെടുത്തി. ഏകദേശം 7 ലക്ഷം സന്ദർശകരാണ് 5 ദിവസത്തെ അവധി ദിനത്തിൽ ദുബായിലെത്തിയത്. കര ജല വ്യോമ മാർഗങ്ങളിലൂടെയാണ് ഇത്രയും പേർ അവധി ആഘോഷിക്കാൻ എത്തിയത്. സഞ്ചാരികളുടെ ഒഴുക്ക് മുൻകൂട്ടി കണ്ട് രാജ്യത്ത് പ്രവേശിക്കുന്ന എല്ലാ വഴികളും നടപടിക്രമങ്ങളുടെ പൂർത്തീകരണത്തിനും ആവശ്യത്തിലധികം ജീവനക്കാരെ പ്രത്യേകം പരിശീലനം നൽകി നിയമിച്ചിരുന്നു. ബഹ്റൈൻ കുടുംബ സൗഹൃദ വേദിയുടെ പ്രഥമ കലാസാഹിത്യ പുരസ്കാരം കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർക്ക് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 500,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഓഗസ്റ്റ് 30-ന് തലശ്ശേരി ടൗൺഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. കുടുംബ സൗഹൃദ വേദി ജനറൽ കൺവീനർ KR നായർ, പ്രസിഡന്റ് KM അജിത് കുമാർ, സെക്രട്ടറി ജേക്കബ് തേക്കുകാട്, R പവിത്രൻ, മനോജ് മയ്യന്നൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സലാലയിലെ മഴക്കാല ഉത്സവമായ സലാല ടൂറിസം ഫെസ്റ്റിവലിന് തുടക്കമായി. ഇത്തീനിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് വർണ്ണാഭമായിരുന്നു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി ഘോഷയാത്ര ഒരുക്കിയിരുന്നു. നവോത്ഥാന ദിനമായ വ്യാഴാഴ്ച സംഘടിപ്പിച്ച ഘോഷയാത്രയിൽ ഒമാൻ കൊടികളും ബാനറുകളും ഉയർത്തിയും സുൽത്താൻ ഖാബൂസിന്റെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചും നാനാ തുറകളിലെ ആളുകൾ പങ്കെടുത്തു. സലാല മുനിസിപ്പാലിറ്റി സ്റ്റേഡിയത്തിന് പരിസരത്തു നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. മസ്കത്തിൽ കടലിൽ നീന്താനിറങ്ങിയ 4 UAE സ്വദേശികളിൽ 2 പേരെ കാണാതായി. 2 പേരെ രക്ഷപ്പെടുത്തി. കാണാതായവർക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. ദോഫാർ ഗവർണറേറ്റിലെ മിർബാത്തിലെ ദിമർ പ്രദേശത്ത് വ്യാഴാഴ്ച വൈകുന്നേരമാണ് സംഭവം. പ്രക്ഷുബ്ധമായ കടലിൽ നീന്തുന്നതിൽ ഇടെയാണ് 2 പേരെ കാണാതായത്. റോയൽ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററുകളും തെരച്ചിൽ ബോട്ടുകളും ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. വാഹനാപകട കേസിൽ ലഭിച്ച 50,000 ദിർഹം നഷ്ടപരിഹാര തുക കൈമാറാൻ ആളെ തിരഞ്ഞ് അഭിഭാഷകർ. 2012 ജനുവരി 2-ന് അജുമാനിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്ക് പറ്റിയ തമിഴ്നാട്ടുകാരനായ ബീർ മുഹമ്മദ് അബൂബക്കറിനെ കണ്ടെത്താനാണ് ശ്രമം. ഷാർജയിലെ മാർബിൾ റിന്യൂവൽ ഓഫ് UAE എന്ന കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു ബീർ മുഹമ്മദ്. ഖത്തറിൽ മലയാളി വസ്ത്ര വ്യാപാരിയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. നിലമ്പൂർ ചുങ്കത്തറയിലെ അബ്രഹാം ജോസഫ് എന്ന ഷാജിയാണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ സഹോദരനും മുൻ ക്രിക്കറ്റ് താരവുമായ അജിത് ടെണ്ടുൽക്കർ യുവ പ്രതിഭകളെ വളർത്തിയെടുക്കാനായി അജ്മാനിൽ ക്രിക്കറ്റ് അക്കാദമി തുടങ്ങുന്നു. അജ്മാൻ ക്രിക്കറ്റ് ക്ലബ്ബുമായി സഹകരിച്ച് അടുത്ത ഒക്ടോബറിൽ അക്കാദമി തുടങ്ങാനാണ് പദ്ധതി. ദുബായ് ആസ്ഥാനമായ ബിസിനസ് സംരംഭകരായ ഗുഷി ഗ്രൂപ്പാണ് അക്കാദമിയുടെ പ്രായോജകർ. UAE ദേശീയ ടീമിലേക്ക് ഉൾപ്പെടെയുള്ള താരങ്ങളെ പ്രൊഫഷണൽ രീതിയിൽ വളർത്തിയെടുക്കുകയാണ് അക്കാദമിയുടെ ലക്ഷ്യമെന്ന് അജിത് ടെണ്ടുൽക്കർ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 200 കുട്ടികൾക്ക് പരിശീലനം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂട്രൽ വേദി എന്ന നിലയിൽ അന്താരാഷ്ട്ര ടെസ്റ്റ്, ഏകദിന, 2020 മത്സരങ്ങൾക്ക് ആതിഥ്യം വഹിക്കുന്ന UAEയുടെ സ്ഥാനം ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ ഇതുവഴി സാധിക്കുമെന്ന് കരുതുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു.
അജ്മാൻ ക്രിക്കറ്റ് ക്ലബ് എമിറേറ്റ് സിറ്റിക്ക് പിന്നിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ അത്യാധുനിക ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിച്ചു വരികയാണ്. ക്രിക്കറ്റ് പ്രേമികളായ ഒരു സംഘം വ്യാപാരികളുടെ കൂടി സഹകരണത്തോടെയാണ് മൈതാനം ഒരുങ്ങുന്നത്. അക്കാദമി തുടങ്ങുന്നത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ അജിത് തെണ്ടുൽക്കറും ഖുഷി ഗ്രൂപ്പ് ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് ഷെരീഫും ഒപ്പുവെച്ചു. മഹ്സർ ഖാൻ, കമാൽ ഹുസൈൻ, മെഹ്റാജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. ഇതോടെ മിഡീസ് ടവർ അവസാനിക്കുന്നു. നമസ്കാരം, ശുഭരാത്രി.